എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ജാതി എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഒരു വാക്ക്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യുകയും വേണം കേട്ടോ, അഭ്യർത്ഥനയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇടം നേടുന്ന കഥാപാത്രങ്ങളാണ് ഇന്ദിര ചേച്ചിയുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ. ജാതി എന്ന കഥയിലും അതേ അനുഭവമാണ്. നമുക്ക് തുടരാം. അന്ന് രാത്രി അമ്മയോടൊപ്പം കിടക്കുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. പിന്നെ പറഞ്ഞു, മോളെ, നിൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരിക്കലും ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല. എന്നെ കയറി പിടിച്ചതും നശിപ്പിച്ചതും ഒന്നുമല്ല. ഒരു പെണ്ണിനുള്ള തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. കെട്ടിക്കാൻ കുഞ്ഞാത്തോള് നോക്കിയില്ല. വല്ലോൻ്റെയും പിന്നാലെ പോവാനുള്ള മിടുക്കം ഉണ്ടായില്ല. നിൻ്റെ അച്ഛൻ കണ്ടാൽ സുന്ദരനായിരുന്നു. 50 വയസ്സുണ്ട് എന്നെ കാണുമ്പോൾ. ഒറ്റഴ നരച്ചിട്ടില്ല, കഷണ്ടിയില്ല. ഭാര്യ മരിച്ച് 15 കൊല്ലമായതാ. ഒരു പെണ്ണിനെയും പിഴപ്പിച്ചിട്ടില്ല. വേറെ കെട്ടിയാൽ കുട്ടികളെ നോക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വന്നു. അബദ്ധത്തിൽ നിന്റെ ജന്മം. അങ്ങോരെന്നെയും കെട്ടി കുടുംബത്തിൽ ചെന്ന ആകെ പ്രശ്നമാവും. പള്ളിക്കാരെ വിട്ടു നിൽക്കാനും പേടി. എൻ്റെ കുടുംബത്തെറിഞ്ഞ എന്താ ഉണ്ടാവുക എന്ന് എനിക്കും പേടി. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു അമ്മായി ഇതുപോലെ വയറ്റിലുണ്ടായി അമ്മയും വല്യമ്മയും ഒരു പാണത്തി തള്ളയും കൂടി പുഴയിലിട്ട ഉള്ളിലുള്ള കുട്ടിയെ വലിച്ചു പുറത്തിട്ടത്. അകലേന്ന് അമ്മായിയുടെ നിലവിളി കേട്ടത് ഇപ്പോഴും കാതിലുണ്ട്. പിന്നെ വീട്ടിൽ വന്ന അമ്മായി ഒരു ചൊടിയില്ലാണ്ട് കിടപ്പായി. പോരാത്തതിന് രക്തം പോക്കും. കുറേ വൈദ്യന്മാരുടെ മരുന്നൊക്കെ കുടിച്ചു. കൊല്ലെത്തും മുമ്പ് ചത്തും പോയി. ദേവസ്യേട്ടൻ ഈ സിസ്റ്ററിനെ പോയി കണ്ടു. അവരാണ് എന്നെ വയനാട്ടിലെ കോൺവെൻറ്റിലാക്കിയത്. വീട്ടിലൊരു എഴുത്തെഴുതി വെച്ചു. പിന്നെ ആരും അന്വേഷിക്കാണ്ട് എനിക്കിഷ്ടമുള്ള ഒരാളോട് കൂടി പോവുകയാണെന്ന്. കുഞ്ഞാഞ്ഞയുടെ മോളുടെ പുസ്തകത്തിൽ എഴുത്തു വെച്ച് ആദ്യത്തെ ബസ്സിൽ തൃശ്ശൂർക്ക് പോയി. ദേവസ്യേട്ടനും സിസ്റ്ററും ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നിരുന്നു. സിസ്റ്ററുടെ കൂടെ വയനാട്ടിലേക്ക്. പിന്നെ ദേവസ്യേട്ടനെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ്റെ അന്ന്. തലേ ദിവസം പാലക്കാട്ടേക്ക് കയറ്റിവിടാൻ കോൺവെൻറ്റിലേക്ക് സിസ്റ്റർ എഴുത്തയച്ചിരുന്നു. ടീച്ചമ്പ്രാട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാ. അതിനുശേഷം നിൻ്റെ അമ്മ പുറത്തിറങ്ങിയിട്ടില്ല. ടീച്ചമ്പ്രാട്ടി ഗുരുവായൂർക്ക് പോകുമ്പോൾ എത്ര തവണയാണ് വിളിച്ചേണ്. എനിക്ക് പേടിയാ എൻ്റെ കുടുംബക്കാരെ, നശൂലങ്ങൾ. വന്നുകൂടിയ നിൻ്റെ ജന്മം നശിക്കും. നിൻ്റെ അച്ഛൻ നല്ല സ്ഥലത്താണ് നമ്മളെ ഏൽപ്പിച്ചേ. എൻ്റെ മോൾക്ക് ഇതുവരെ ഒരു കുറവും വന്നില്ല. അവരുടെ കൂടി ആവാണ്ട് നാട്ടുകാരെ കൊണ്ടും ഒരു ശല്യം ഉണ്ടായിട്ടില്ല. നിൻ്റെ ഭാഗ്യം അച്ഛൻ്റെ പ്രാർത്ഥന. മോള് അച്ഛന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. അമ്മ കുരിശ് ആ കൃഷ്ണൻ്റെ പടത്തിൻ്റെ സൈഡിൽ ഒരു ടിന്നിൽ വെച്ചിട്ടുണ്ട്. അത് തൊട്ട് കർത്താവേ അച്ഛനെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കുറേ നേരം ഉറക്കം വരാതെ കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ചിത്രം വന്നു. അത് വെട്ടിയെടുത്ത് അമ്മയുടെ പെട്ടിയെ സൂക്ഷിച്ചു. വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കും. അന്ന് മടിച്ചു കൊടുത്ത ഉമ്മ സ്നേഹത്തോടെ കൊടുക്കും. ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള പുരുഷൻ. കാണാതിരിക്കുമ്പോഴും ഞങ്ങളെ എന്ത് കരുതലായിരുന്നു. സ്നേഹം വല്ലാത്തൊരു വികാരം തന്നെ. അച്ഛനെന്നൊരു സങ്കല്പം പോലും 15 വയസ്സുവരെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ ലോകമായിരുന്നു. അമ്മ ടീച്ചറമ്മ, കുഞ്ഞമ്പാട്ടി എന്ന് വിളിക്കുന്ന ടീച്ചറമ്മയുടെ അനിയത്തി. പറമ്പിലും പാടത്തും വരുന്ന പണിക്കാരെ കാണാറുണ്ടെങ്കിലും ആരുമായും ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല. സ്കൂളിലും അമ്പലത്തിലുമൊക്കെ പോക്ക് ടീച്ചറമ്മയ്ക്കൊപ്പം. ടീച്ചറമ്മ ചിലപ്പോൾ കുഞ്ഞൂന്ന് വിളിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ടീച്ചറമ്മയുടെ കുഞ്ഞുമായി. സ്കൂളിലും ക്ലാസ്സിലുമുള്ള പഠിപ്പല്ലാതെ വേറെ ഒരു കൂട്ടുകെട്ടുമില്ല. വെയിലും മഴയും കൊണ്ട് കേടുപിടിക്കരുത്. മറ്റുള്ള കുട്ടികളോട് തല്ലുപിടിച്ച് ടീച്ചമ്പ്രാട്ടിക്ക് നാണക്കേടുണ്ടാക്കരുത്. പുറത്തുനിന്നൊന്നും വാങ്ങിക്കഴിക്കരുത്. അമ്മയുടെ ഉപദേശങ്ങൾ. അമ്മയോടുള്ള ഇഷ്ടം കാരണം അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മയ്ക്കിഷ്ടമില്ലാത്തത് ചെയ്യരുത് എന്ന് നിർബന്ധം. ക്ലാസ്സിന് പുറത്തിറങ്ങാറില്ല. വലിയ കൂട്ടുകെട്ടുമില്ല. വീട്ടിൽ വന്നാൽ ഗാർഡിയൻ കുഞ്ഞമ്പാട്ടി. കുളത്തിൽ പോയി മേൽ കഴുകാനും അത് കഴിഞ്ഞിരുന്ന് നാമം ജപിക്കാനും ഒക്കെ കൂട്ട്.
സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വയ്ക്കാൻ പോയാൽ അമ്മയും വേഗം വരും. അമ്മയും നാമം ജപിക്കാൻ കൂടും. അത് കഴിഞ്ഞ 9 മണി വരെ പഠിക്കലാണ്. ടീച്ചറമ്മ വന്ന് അടുത്തിരിക്കും. എവിടെയും പോവാനില്ല, പോവണമെന്ന് ആഗ്രഹമില്ല. 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടിയും ഗുരുവായൂർ പോകുമ്പോൾ കൊണ്ടുപോകും. അമ്മ വിളിച്ചാൽ പോരില്ല, ഛർദ്ദിക്കും, ബസ്സിൽ കയറിയാൽ എന്ന് ഒഴിവ് പറയും. അച്ഛനെ കണ്ടുവന്ന ശേഷമാണ് അമ്മ തുറന്നു പറയുന്നത് അമ്മയുടെ ഒളിത്താവളം ആരെങ്കിലും കണ്ടുപിടിച്ചെങ്കിലോ എന്ന പേടിയായിരുന്നു എന്ന്. എൻ്റെ പഠിപ്പ്, വളർച്ച, അതിലും മേലെ ഒന്നും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. വീടിനടുത്തുള്ള ഭഗവതിക്കാവിൽ പോയി തൊഴും ചൊവ്വയും വെള്ളിയും. ഹൈസ്കൂൾ കാലമായപ്പോൾ ടീച്ചറമ്മ പഠിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. ടീച്ചറമ്മയുടെ കുഞ്ഞ് സ്കൂളിൽ ഫസ്റ്റ് ആവണം, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. മുടക്ക ദിവസങ്ങളിൽ ഗീതയും നാരായണീയവും പഠിപ്പിക്കാനും തുടങ്ങി. നിന്റെ അമ്മയ്ക്ക് പറ്റാത്തത് നിനക്ക് പറ്റണം എന്ന് പറയും എപ്പോഴും. സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു. അത്ഭുതം തോന്നാറുണ്ട്. ക്ലാസ്സിൽ ആരും അച്ഛനെ പറ്റി ചോദിക്കാറില്ല. മറ്റു കുട്ടികളെ അച്ഛൻ്റെ ഒപ്പം കാണുമ്പോൾ എനിക്ക് അച്ഛനില്ലല്ലോ എന്ന് സങ്കടവും തോന്നിയിട്ടില്ല. നല്ല ആഹാരം, നല്ല വസ്ത്രം, സ്നേഹമുള്ള അമ്മ, ടീച്ചറമ്മ, കുഞ്ഞമ്പാട്ടി. അവരോടൊപ്പമുള്ള കാലം സങ്കടം എന്തെന്ന് അറിഞ്ഞതേയില്ല. അച്ഛനെ കണ്ടുവന്നിട്ടും അത്ര വലിയ മനസ്സംഘർഷമൊന്നും തോന്നിയില്ല. അച്ഛൻ്റെ ദയനീയമായ കിടപ്പ് മാത്രം ഓർക്കുമ്പോൾ ചെറിയ സങ്കടം തോന്നും. ആ പ്രായത്തിൻ്റെ മാനസികാവസ്ഥയാവാം. മരിച്ചെന്ന് കേട്ടിട്ടും വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കരയുന്ന അമ്മയായിരുന്നു സങ്കടം. അമ്മ കുറച്ച് ദിവസം പണിക്ക് പോയില്ല. ടീച്ചറമ്മ പറഞ്ഞിട്ട് തന്നെ. ഭക്ഷണം ടീച്ചറമ്മ കയ്യിൽ തരും. അമ്മയെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം എന്നും പറയും. വായിൽ ഉരുട്ടി കൊടുത്തിട്ടായാലും അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. ഏത് കാലഘട്ടത്തിലാണ് അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്ന് ഓർമ്മയില്ല. ടീച്ചറമ്മയുടെ സഹോദരങ്ങൾ വെക്കേഷനിലാണ് വരാറ്. അമ്മ അപ്പോൾ രാവിലെ മുറ്റമടിച്ച് അടിച്ചു തളിച്ചു പോരും. ഞങ്ങൾക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കും. കിടക്കുന്നതും കിടപ്പും വീട്ടിൽ തന്നെ. ഞാനും ഒന്ന് പോയി പോരും. ടീച്ചറമ്മയും നിർബന്ധിക്കില്ല. അവരാരെങ്കിലും ഞങ്ങളോട് മോശമായി പെരുമാറിയാലോ എന്ന പേടി. ടീച്ചറമ്മയുടെ ചേട്ടനിൽ നിന്ന് അച്ഛൻ്റെ ഒരു ഫോട്ടോൻ്റെ കോപ്പി വാങ്ങി തന്നു. ടീച്ചറമ്മയുടെ ചേട്ടനും അച്ഛനും കൂടി നിൽക്കുന്ന ഫോട്ടോ. അച്ഛൻ്റെ വീടിൻ്റെ ഉമ്മറത്ത്. എന്തൊരു സുന്ദരനായിരുന്നെന്നോ. വെറുതെ അല്ല അമ്മ അച്ഛനെ പ്രേമിച്ചത്. വലിയ 2 നില മാളിക. അത്രയും സമ്പന്നതയും പാരമ്പര്യവുമുള്ളൊരു വീട്ടിൽ അമ്മയെപ്പോലൊരു പെണ്ണ് ചെന്ന് കയറിയാൽ അതും അക്കാലത്ത് ശരിയാവില്ല എന്ന അമ്മയുടെ തീരുമാനം ബുദ്ധി തന്നെയായിരുന്നു. പിന്നെ എന്നും ആ കുരിശെടുത്ത് അച്ഛനെ ഓർത്ത് കാത്തു രക്ഷിക്കണേ എന്ന പ്രാർത്ഥന സ്ഥിരമായി. ജോലി കിട്ടി പോകുന്നവരെ. പുറത്തു മാറിയിരിക്കുന്ന ദിവസങ്ങളിൽ കുരിശ് തുടരുത് എന്ന് അമ്മ പറഞ്ഞിരുന്നു. പ്രാർത്ഥന മുടങ്ങാറില്ല. ടീച്ചറമ്മയുടെ മോഹം പോലെ സ്കൂൾ ഫസ്റ്റായി. കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. സുവോളജിയും ഡിസക്ഷനും പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. കോളേജ് ടീച്ചർ എന്ന മോഹം കൊണ്ട് BSc കഴിഞ്ഞ് MScക്ക് ചേർന്നു. അതിനിടയ്ക്ക് കൂട്ടുകാർ ആപ്ലിക്കേഷൻ അയക്കുന്ന കൂട്ടത്തിൽ PTയിൽ അപ്ലൈ ചെയ്തതാണ്. MSc കഴിയും മുമ്പ് ജോലിയായി ആലപ്പുഴയിൽ. കോളേജിലെ പ്രൊഫസർമാരാണ് പറഞ്ഞത്, നല്ല പോസ്റ്റാണ് വിമലയ്ക്ക്, MSc പ്രൈവറ്റായി എഴുതാം. കോളേജിൽ ജോലി കിട്ടൽ എളുപ്പമല്ല. അത് നന്നായി എന്ന് ജോലി കിട്ടിയപ്പോൾ തോന്നി. കുറ്റിയിൽ കെട്ടിയിട്ട പോലെ 0 വട്ടത്തിൽ കറങ്ങിയിരുന്ന ജീവിതത്തിനൊരു മാറ്റം വന്നു. ലോകം കാണാൻ തുടങ്ങി. കൂട്ടുകാർ കൂടി ചെറിയ ട്രിപ്പുകൾ, സിനിമകൾ, വായനയുടെ വളർച്ച, ജോലിയും സന്തോഷം, നല്ല ശമ്പളവും. അതിനിടയ്ക്ക് MScയും പാസ്സായി. 2 കൊല്ലം ഹോസ്റ്റലെന്ന് പറഞ്ഞുകൂടാ, ഒരു വിധവ നടത്തുന്ന വെറും 10 പേർ പേയിങ് ഗസ്റ്റായുള്ള സ്ഥാപനത്തിലെ താമസം. ജോലി ശരിക്കും സന്തോഷമുള്ള കാലഘട്ടം. മറ്റുള്ളവരെല്ലാം നോൺ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ എല്ലാം തട്ടിക്കൂട്ടലായിരുന്നു. പക്ഷേ നല്ല വൃത്തിയും വെടുപ്പുമായിരുന്നു അവിടുത്തെ അമ്മച്ചിക്ക്. നോൺ വെജ് ഉണ്ടാക്കുന്ന അടുക്കളയാണെന്ന് തോന്നില്ല. കൂട്ടുകാർ കളിയാക്കും. ബ്രാഹ്മണർ പോർക്കും മീനും കഴിക്കുന്ന കാലത്ത് സസ്യപുക്കായ പുലയക്കുട്ടി. നിന്റെ അമ്മയ്ക്ക് ആസ്പത്രിയിൽ നിന്ന് മാറി കിട്ടിയതാണോ? നോൺ വയ്ക്കുമെങ്കിലും രാത്രി മാത്രമേ ആഹാരത്തിനുണ്ടാവുള്ളൂ. രാവിലെ എല്ലാവരും നേരത്തെ കുളിക്കണം, അമ്പലത്തിൽ പോകണം എന്നൊക്കെ നിർബന്ധമായിരുന്നു അവിടുത്തെ അമ്മച്ചിക്ക്. ഹിന്ദുക്കളെ മാത്രമേ താമസിപ്പിച്ചിരുന്നുള്ളൂ. മാസത്തിലൊരിക്കൽ എല്ലാവരും കൂടി കറങ്ങാൻ പോവും. കന്യാകുമാരി, തിരുവനന്തപുരം ഒക്കെ. അങ്ങനെയാണ് പോയത്. മാസത്തിലൊരിക്കൽ മുടക്ക ദിവസത്തിനോട് അടുപ്പിച്ചൊരു ലീവും എടുത്ത് നാട്ടിൽ പോവും. ശമ്പളം കിട്ടിയാൽ പകുതി അമ്മയ്ക്ക് മണി ഓർഡർ അയക്കും.
മണി ഓർഡർ കമ്മീഷൻ അധികമാണെന്ന് പറഞ്ഞാണ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി മണി ട്രാൻസ്ഫർ അയച്ചു ചെയ്തു തുടങ്ങിയത്. അത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ബാങ്കിൽ ജോലിയുള്ള ഒരു വനജ ഭട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നു. അവരുടെ സഹപ്രവർത്തകൻ കല്യാണാലോചനയുമായി വീട്ടിലെത്തുന്നത് അങ്ങനെ. ബാങ്ക് ഓഫീസർ, അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ സബ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു പ്രലോഭിപ്പിച്ചു. കണ്ടാൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത രൂപമായിരുന്നു. കറുപ്പായിരുന്നു നിറം. അത് സാരമില്ല, ഒരു വല്ലാത്ത മുഖമായിരുന്നു. ടീച്ചറമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത്ര അകലം വഴി കണ്ടാൽ ചേർച്ചയുമില്ല. കേട്ട ഉടനെ ടീച്ചറമ്മ എതിർത്തു. അമ്മയുടെ ന്യായം, ആര് വരാനാ ടീച്ചറമ്പ്രാട്ടി? എൻ്റെ കുട്ടിയെ കെട്ടാൻ ഞങ്ങൾ ആരും ഇല്ലാത്തവരല്ലേ. അവൾക്ക് അവളുടെ അച്ഛൻ്റെ നിറം കിട്ടിയെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇത്തരത്തിൽ തന്നെയാ. ടീച്ചറമ്മയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി. എനിക്ക് പറ്റിയ അബദ്ധ. പുലയെന്ന് ചേർത്തെടുത്ത് ഈഴവാന്നോ നായർന്നോ ചേർത്താൽ മതിയായിരുന്നു. അവൾക്ക് കിട്ടുന്ന റിസർവേഷൻ നഷ്ടപ്പെടണ്ടെന്ന് വെച്ചതാ. അവൾക്കിപ്പോൾ ഈ റിസർവേഷൻ ഇല്ലാണ്ടേ തന്നെ അഡ്മിഷനും ജോലിയും ഒക്കെ കിട്ടിയേനെ. നിങ്ങൾക്ക് ആൾക്കാരില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കണ കുട്ടികൾ അവൾക്ക് ചേർച്ചയുള്ള നല്ല ആമ്പിള്ളേരെ കിട്ടിയേനെ. കഷ്ടം, എൻ്റെ പോഴത്തം. ഇഷ്ടമില്ലെങ്കിലും അമ്മയെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി സമ്മതിച്ചു. അധികം ആർഭാടമില്ലാതെ കല്യാണം. 8 വളയും 1 ചെയിനും മാത്രമേ പുതിയതെടുത്തുള്ളൂ. ഒരു നല്ല വീതിയുള്ള നൂലും പതക്കനും ഒരു അഷ്ടലക്ഷ്മിയെ കൊത്തിയ വളയും കുഞ്ഞമ്പാട്ടിയുടെ അമ്മ തന്നു. ടീച്ചറമ്മ ഒരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുള്ള മാലയും 2 വളയും. അച്ഛൻ്റെ കയറുപിരി പോളിഷ് ചെയ്ത് പുത്തനാക്കി. പണം ഇഷ്ടം പോലെ ബാങ്കിലുണ്ടായിരുന്നു. ചിലവാക്കാൻ ടീച്ചറമ്മ സമ്മതിച്ചില്ല. നിന്റെ അമ്മയ്ക്ക് എന്നും ഇങ്ങനെ പണിയെടുക്കാൻ പറ്റുമോ? വയ്യാത്ത കാലത്ത് അവളെ സഹായിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ അവൾക്കൊരു വഴി വേണ്ടേ? പണം ബാങ്കിലുള്ള കാര്യം നിന്റെ കെട്ടിയോനും കൂട്ടരും അറിയണ്ട. തെക്കര ഒന്നിനെ നമ്പിക്കൂടാ. ടീച്ചറമ്മയുടെ ആ ദീർഘദർശിത്വം ഭാവിയിൽ വലിയൊരു ഭാഗ്യമായി. ഈയിടെയായി പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഏത് ജാതിയാണ്? പുലയ സമുദായത്തിൽ പിറന്നൊരു സ്ത്രീക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ പിറന്ന അച്ഛനിൽ ജനിച്ച സന്തതി. 2 പേരും മക്കാത്തായക്കാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി തന്നെ. ടീച്ചറമ്മ എഴുതി ചേർത്തത് തെറ്റ്. മാമോദിസ മുങ്ങാത്ത, പള്ളിയും ഇടവകയും ഇല്ലാത്ത എന്നെ ആരും ക്രിസ്ത്യാനിയായി അംഗീകരിക്കില്ല. വളർച്ച മുഴുവൻ നായർ തറവാട്ടിലായതുകൊണ്ട് സ്വഭാവം മുഴുവൻ നായന്മാരുടേതായി. ആലപ്പുഴയിൽ ജോലിയായ അമ്മച്ചിയുടെ പേയിങ് ഗസ്റ്റായി ചെന്നപ്പോൾ കണ്ടതും ഒന്നും ചോദിക്കാതെ അഡ്മിഷൻ തന്നു. ബാങ്കിൽ ജോലിയുള്ള മറ്റൊരു കുട്ടി വന്നപ്പോൾ അവർ ജാതി ചോദിച്ചു. വേലന്മാരാണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം അമ്മച്ചി മാത്രമുള്ളപ്പോൾ പറഞ്ഞു, അമ്മച്ചി ഞാൻ പുലയാണ് കേട്ടോ, പറ്റിച്ചൊന്ന് പറയില്ലേ. നീ ഇനി നായാടിയാണെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ പറഞ്ഞേക്കില്ല. ഇവിടെ ഏറ്റവും നല്ല കുട്ടി നീയാ. കല്യാണം കഴിക്കാൻ ആലോചന വന്നപ്പോൾ ജാതി മറ്റൊരു പ്രശ്നം. ചെക്കൻ്റെ കൂട്ടർ കണക്ക് സമുദായക്കാരാണത്രേ. അവരിലും താണതാണത്രേ ഞങ്ങളുടെ പുലയ. ആരോടും പറയണ്ട പുലയാണെന്ന് ചെക്കൻ്റെ അച്ഛൻ. ബന്ധുക്കൾ ആരും ഇല്ലാത്ത കാരണം അത് ശോഭിച്ചില്ല. എന്നാലും അമ്മായിയമ്മ ദേഷ്യം വരുമ്പോൾ പുലച്ചിന്ന് വിളിക്കും. ടീച്ചറമ്മയോ കുഞ്ഞമ്പാട്ടിയോ ഒരിക്കലും ഒരു ജാതി പറച്ചിലും പരിഹാസവും ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ വീട് വെച്ച് താമസിച്ചപ്പോഴും ജാതി പ്രശ്നം ഉണ്ടായിട്ടില്ല. കോളേജ് ലെക്ചറർ എന്ന മാന്യതയാവാം. മൂത്ത മകളുടെ കല്യാണം വന്നപ്പോൾ തമിഴ്നാട് ചെട്ടിയാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭയമുണ്ടായിരുന്നു. അവളുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ജീവിതത്തിൽ ഇത്ര നല്ല ആൾക്കാരെ കണ്ടിട്ടില്ല. പണക്കാർ പൊതുവെ ആർത്തിയും പത്രാസും കൂടിയവരാണെന്ന് കേട്ടിട്ടുള്ളത്. പോരാത്തതിന് ഒരേ ഒരു മകൻ MD ഡോക്ടർ. ആഭരണവും സ്ത്രീധനവും വേണ്ടെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. എൻ്റെ മകനെ പഠിപ്പിച്ച പോലെ നിങ്ങൾ പഠിപ്പിച്ച മകളല്ലേ, ഒരേ വിദ്യാഭ്യാസം. ആർക്കാ പണം കൊടുക്കേണ്ടത്? ഗ്രാമത്തിലൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി, പകുതിയിലേറെയും സൗജന്യ സേവനം. അച്ഛൻ്റെ സമ്പാദ്യം ഇപ്പോഴും ഞങ്ങൾക്ക് ആസ്പത്രി നടത്താൻ തരുന്നുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. 2ാമത്തെ മകളുടെ ക്രിസ്ത്യാനി ചെക്കൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി അവൾ. അവരുടെ മുമ്പേയുള്ള കണക്ക് പറച്ചിലും നിർബന്ധനകളും കണ്ടപ്പോഴേ മനസ്സിടിഞ്ഞതാണ്. അവൾക്കിഷ്ടപ്പെട്ടതല്ലേ, നടക്കട്ടെ എന്ന് കരുതി. അമ്മയ്ക്ക് ആദ്യമായിരുന്നു കല്യാണം. വളർത്താൻ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അച്ഛൻ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നല്ലോ. പിന്നെ ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടിയും കൂടി ആയപ്പോൾ അമ്മ എല്ലാ സങ്കടവും മറന്നു.
എനിക്ക് സാധാരണ കുട്ടികളെക്കാൾ മികച്ച സ്വഭാവ ഗുണവും പഠിക്കാനുള്ള കഴിവും കൂടിയായപ്പോൾ അമ്മയുടെ ജീവിതം സന്തോഷം തന്നെയായിരുന്നു. ജോലിയെപ്പറ്റി ചിന്തിക്കും മുമ്പേ ജോലിയും കിട്ടി. നല്ലൊരു കല്യാണാലോചനയും. ചെക്കൻ കണ്ടാൽ തീരെ ചേർച്ചയില്ല എന്ന് അമ്മയ്ക്ക് തോന്നലില്ലാഞ്ഞിട്ടല്ല, സ്വജാതിയിൽ എനിക്ക് നല്ലൊരു പയ്യനെ കിട്ടില്ലെന്ന് അമ്മ ധരിച്ചു. അത് ഒട്ടൊക്കെ ശരിയുമായിരുന്നു. പിന്നെ ആരെയെങ്കിലും വശീകരിക്കാനുള്ള കഴിവ് എനിക്കും ഉണ്ടായില്ല. പിറകെ നടന്നവരെ ഒന്നും ശ്രദ്ധിച്ചതേയില്ല. ഭയമായിരുന്നു, ജോലി കിട്ടിയിട്ട് പോലും. ടെലിഫോൺസിൽ ജോലി എടുക്കുമ്പോഴും കോളേജ് ടീച്ചർ എന്ന ലക്ഷ്യം തന്നെ ആയിരുന്നു മനസ്സിൽ. ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണ് MSc നല്ല മാർക്കോടെ പാസ്സായത്. കല്യാണം തീർച്ചയാക്കിയപ്പോൾ അമ്മയ്ക്ക് വെപ്രാളമായിരുന്നു. അന്നാണ് അമ്മയ്ക്ക് അനാഥ എന്ന തോന്നലുണ്ടായത്. ടീച്ചറമ്മയല്ലാതെ ആരും സഹായത്തിനില്ലല്ലോ. കല്യാണം ചുരുക്കത്തിൽ മതി എന്ന ചെറുക്കൻ്റെ വീട്ടുകാരും സമ്മതിച്ചിരുന്നു. അവർ ഒരു കാറാള് മാത്രമേ വന്നുള്ളൂ. അച്ഛനും അമ്മയും മക്കളും ഒരു മാമനും കുടുംബവും. തെരുവിലെ 5-6 വീട്ടുകാരും ടീച്ചറമ്മയുടെ പണിക്കാരും സ്കൂളിലെ ടീച്ചർമാരും കോളേജിലെ കുറച്ച് ഫ്രണ്ട്സും പെണ്ണിൻ്റെ കൂട്ടക്കാരായി അത്രമാത്രം. വേണമെങ്കിൽ നാട്ടിൽ പോയി സഹോദരങ്ങളെ വിളിക്കാം എന്ന് ടീച്ചറമ്മ പറഞ്ഞു. വേണ്ട തമ്പ്രാട്ടിയെ, എൻ്റെ ജീവിതം തൊലയും. അവരുടെ കൂടെ കൂടിയാൽ എൻ്റെ മോൾക്കും കഷ്ടാവും. അത്തരം മുതലുള്ള എൻ്റെ കുഞ്ഞാത്തോള്. ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാൻ അമ്മയ്ക്കൊപ്പം ടീച്ചറമ്മയും കുഞ്ഞമ്മാട്ടിയും വന്നു. ടീച്ചറമ്മ അപ്പോഴേക്കും ഒരു കാറ് വാങ്ങിയിരുന്നു. എന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറ്റി ചായയും പലഹാരവും കഴിച്ച് അവരിറങ്ങി. ടീച്ചറമ്മ പഠിപ്പിച്ച ഒരാൾ ആലപ്പുഴയിൽ SD കോളേജിൽ ജോലിയായിട്ടുണ്ടായിരുന്നു. അയാൾ മുറി ബുക്ക് ചെയ്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബാങ്കിലെ ജോലിക്കാർക്കും നാട്ടുകാർക്കുമായി ഒരു റിസപ്ഷൻ വെച്ചിരുന്നു. ഹോസ്റ്റലിൽ ഒരുമിച്ചുണ്ടായിരുന്നവരെയും ഒപ്പം ജോലിയെടുക്കുന്നവരെയും ക്ഷണിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത ശേഷം അമ്മയും ടീച്ചറമ്മയും ടീച്ചറമ്മയുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ തിരുവനന്തപുരവും കന്യാകുമാരിയും ശുചീന്ദ്രവുമൊക്കെ പോയിട്ടാണ് മടങ്ങിയത്. കല്യാണത്തിന് ആഭരണമൊന്നും കാര്യമായി എടുക്കേണ്ടതായി വന്നില്ല. അച്ഛൻ്റെ 5 പവൻ്റെ കയറുപിരി, ടീച്ചറമ്മ തന്ന കനകമാലയും 2 കട്ടി വളകളും കുഞ്ഞമ്പാട്ടിയുടെ നൂലുപതക്കനും അഷ്ടലക്ഷ്മി വളയും 8 വളയും 1 ജിമിക്ക് കമ്മലും മോതിരവും മാത്രമേ പുതിയതായി എടുത്തുള്ളൂ. അച്ഛൻ തന്ന കാശും ടീച്ചറമ്മ അമ്മയുടെ പേരിൽ ഓരോ കൊല്ലവും നിക്ഷേപിച്ചിരുന്ന കാശും തൊട്ടേയില്ല. കല്യാണ ചെലവ് മുഴുവൻ ടീച്ചറമ്മയുടെ വകയായിരുന്നു. സ്വർണമെടുക്കാൻ അമ്മ കുറിവെച്ച കാശുണ്ടായിരുന്നു. അവിടെ എന്നെ ഏൽപ്പിച്ചു പോരുമ്പോൾ അമ്മയേക്കാൾ കരഞ്ഞത് ടീച്ചറമ്മയായിരുന്നു. ചെറുപ്പം മുതൽക്കേ വലിയ സ്വപ്നം കാണലൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം, കുഞ്ഞമ്പാട്ടി മാത്രം. അമ്മയും ടീച്ചറമ്മയും വളരെ സീരിയസ് ആയിരുന്നു. ജീവിതത്തിൽ പഠിച്ച് മിടുക്കിയാവേണ്ടതിനെക്കുറിച്ച് നല്ലത് മാത്രം അവർ എല്ലാവരും പറഞ്ഞു തന്നു. എപ്പോഴും പറയും, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കണം എന്ന്. ഹൈസ്കൂളിലായപ്പോൾ മുതൽ ടീച്ചറമ്മ ഗീത പഠിപ്പിച്ചു തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ടീച്ചർമാരിൽ നിന്നും ചീത്ത കേൾക്കേണ്ടി വന്നില്ല. ടീച്ചറമ്മയുടെ കുഞ്ഞ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ പറയും, വിമലയ്ക്കൊരു കണ്ണടയും കൂടി വെച്ചാൽ ഹെഡ് മിസ്ട്രസ് ആവാമെന്ന്. എല്ലാവരെയും പോലെ കളിച്ചിരിയൊന്നുമില്ല. പഠിക്കേണ്ട വിഷയത്തിൽ ശ്രദ്ധ മാത്രം വെച്ചു. പേരിന് രാജകുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭാമിനിയും രണ്ടാളും മത്സരിച്ച് പഠിച്ചു. ഒരു പേപ്പറിൽ ഭാമിനി ഫസ്റ്റ് വാങ്ങിയാൽ അടുത്തതിൽ ഞാനായിരിക്കും. ഞാനും തൻ്റെ കുലത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, ഫീസ് കൊടുക്കാതെ പഠിക്കാമായിരുന്നു ഭാമിനി. ഒരു ദിവസം ടീച്ചറമ്മയോട് വിവരം പറഞ്ഞ ശേഷം ടീച്ചറമ്മ ഭാമിനിയുടെ ഫീസ് അടയ്ക്കാൻ തുടങ്ങി. ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ഞായറാഴ്ചയും ഗീത പഠിക്കാൻ വരണം. ടീച്ചറമ്മ ഭാമിനിക്ക് ഡ്രസ്സും എടുത്തു കൊടുക്കും. ജോലി കിട്ടി ആലപ്പുഴയ്ക്ക് പോന്നപ്പോൾ 2 പേർക്കും സങ്കടമായി. ടെലിഫോൺസിൽ ജോലി ആയതുകൊണ്ട് ഫ്രീ ആയി വിളിക്കാം. ടീച്ചറമ്മയുടെ വീട്ടിൽ ഫോൺ വെച്ചിരുന്നു, ഞായറാഴ്ച വിളിക്കും. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭാമിനി പറഞ്ഞു, ഒരു SC/STയിൽ നിന്നും ഒരാളെ എനിക്കും കണ്ടുപിടിച്ചതാ. എൻ്റെ മക്കളെ നന്നായി വളർത്താനുള്ള ശമ്പളം ഉണ്ടാവുമല്ലോ. ശാന്തിക്കാരൻ നമ്പൂരിയുടെ മോളായ എന്നെപ്പോലെ ആവില്ലല്ലോ. അവൾ പരിഹസിച്ചതല്ല, ഉള്ളിൽ തട്ടി പറഞ്ഞതാണെന്ന് ഉറപ്പ്. അവൾ പിന്നീട് റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥയായി വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തി. കല്യാണം കഴിക്കുന്ന ആളെക്കുറിച്ച് സ്വപ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിലെ കൂട്ടുകാർ കളിയാക്കും. നുണ പറയണ്ട, ഒരു പെണ്ണും അങ്ങനെ ഉണ്ടാവില്ല എന്ന്. സത്യം അതായിരുന്നു. ശ്രീനിവാസിൻ്റെ ആലോചന വന്നപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടില്ല എന്നത് സത്യം.
അയാളുടെ കറുപ്പ് നിറത്തോടായിരുന്നില്ല വെറുപ്പ്, എന്തോ ആ രൂപം തീരെ ഇഷ്ടപ്പെട്ടില്ല. ടീച്ചറമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു. നിന്നെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഈഴവന്നോ നായരെന്നോ ചേർത്താൽ മതിയായിരുന്നു. നിനക്ക് പഠിക്കാനും ജോലിക്കും ഒന്നും സംവരണം വേണ്ടി വന്നിരുന്നില്ല. പിന്നെ അമ്മ പറഞ്ഞ ന്യായങ്ങൾ അംഗീകരിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. സ്വന്തമായി ആരുമില്ലാത്തത് അതുവരെയുള്ള ജീവിതത്തെ ബാധിച്ചില്ല. കല്യാണക്കാര്യം വരുമ്പോൾ അതൊരു കുറവ് തന്നെയായി. ആലപ്പുഴയിലെ വീട്ടിലെ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിടിഞ്ഞു. രാത്രി അച്ഛനും അമ്മാവനും മോനുമൊക്കെ കമ്പനി കൂടി അമ്മ മീൻ വറുത്തതിൻ്റെ പ്ലേറ്റുമായി പിന്തുണയും. ഇതുവരെ ജീവിച്ച ജീവിതമല്ല മുന്നിൽ. അതിനിടയ്ക്ക് കാശിൻ്റെ എന്തോ കണക്കും പറഞ്ഞ് അച്ഛനും മോനും കശപിശ. കേട്ടുപരിചയമില്ലാത്ത ഭാഷകൾ കേൾക്കേണ്ടി വന്നു. അമ്മായിയമ്മ ഇടപെട്ട് രാജിയാക്കി. കിടപ്പുമുറിയിലെത്തിയത് നല്ല ഫോമിൽ. ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ ചാടി വീണു. ആദ്യത്തെ അനുഭവം ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടം വരും. 9 വർഷത്തെ ദാമ്പത്യത്തിൽ ഒരിക്കലും സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയോ 2 പെറ്റു. തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു പുരുഷൻ്റെ കൂടെ കട്ട് ജീവിച്ച കാലത്തെപ്പറ്റി പറയുമ്പോൾ പോലും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായിരുന്നു. കുഞ്ഞമ്പാട്ടിക്കും ഭർത്താവിനെ പറ്റി പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ശ്രീനിവാസൻ എന്ന മനുഷ്യൻ്റെ തുണി അലക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും കാമഭ്രാന്ത് തീർക്കാനുമായാണോ ദൈവം തന്നെ സൃഷ്ടിച്ചത് എന്ന് ഓർക്കാറുണ്ട്. കിട്ടിയതിനോട് യോജിച്ചു പോകണമെന്നേ അമ്മയുടെയും ടീച്ചറമ്മയുടെയും ഉപദേശം. അത് പാലിച്ചു, എല്ലാം സഹിച്ചു. ഇന്നത്തെ മനോധൈര്യം അന്നുണ്ടായിരുന്നെങ്കിൽ 2 മക്കളെ പ്രസവിക്കാൻ നിൽക്കാതെ രക്ഷപ്പെട്ടേനെ. ജീവിതത്തിൽ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നത് ഒരു വലിയ ശിക്ഷ തന്നെ. ജോലി കിട്ടി ആലപ്പുഴയിൽ വന്നപ്പോഴാണ് വീട് വിട്ടു നിൽക്കുന്നത്. അമ്മയും ടീച്ചറമ്മയും കുഞ്ഞമ്പാട്ടിയും ആരാരാ മേലെ എന്ന മട്ടിലായിരുന്നു സ്നേഹം. അന്യജാതിയിൽ ജനിച്ച അമ്മയെ സ്വന്തത്തിലൊരാളെപ്പോലെ കണക്കാക്കിയ ടീച്ചറമ്മ ആ കാലഘട്ടത്തിൽ അത്ഭുതം തന്നെ. അമ്മയുടെ പഠിച്ച ശീലവും ഭാഷയും ഒക്കെ തനിയെ മാറി. ആലപ്പുഴയിലെ ജീവിതവും നല്ലതായിരുന്നു. മറ്റുള്ളവരെല്ലാം നോൺ വെജ് ആയതുകൊണ്ട് എനിക്ക് മാത്രമായി കറിയൊന്നും ഉണ്ടാക്കേണ്ടെന്ന് കൊച്ചമ്മയോട് പറയും. ഒരു ചമ്മന്തിയോ പരിപ്പോ ഉണ്ടായാൽ ഭക്ഷണം കഴിക്കാമെന്ന് ശീലിച്ചിരുന്നു. തൈരും പപ്പടവും അച്ചാറും എന്നും ഉണ്ടാവും. എനിക്കത് തന്നെ ധാരാളം. മത്സ്യവും മാംസവും ഉപയോഗിച്ചാലും അവിടുത്തെ കൊച്ചമ്മയ്ക്ക് നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതുകൊണ്ട് ദുർഗന്ധം തീരെയില്ല. ശ്രീനിവാസൻ്റെ വീട്ടിലെ അടുക്കളയിൽ രാവിലെ ചെന്ന് കയറിയതേ ഛർദ്ദിക്കാൻ വന്നു. തലേ ദിവസത്തെ ബാക്കി വന്നതും മോറാത്ത പാത്രങ്ങളുമൊക്കെ കൂടി വല്ലാത്തൊരു വാട. ആരും ഉണർന്നിരുന്നില്ല. പുറത്തുള്ള ഒരു കുളിമുറിയേ ഉള്ളൂ എന്ന് തലേ ദിവസം തന്നെ മനസ്സിലാക്കിയിരുന്നു. വെള്ളം കോരി കുളിമുറിയിൽ കയറി നന്നായൊന്ന് കുളിച്ചു. തലേ ദിവസത്തെ അറപ്പൊക്കെ വെള്ളത്തിൽ ഒഴുക്കിവിടാൻ ഒരു ശ്രമം. കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അമ്മ അടുക്കളയിലുണ്ട്. പാത്രങ്ങളൊക്കെ ഒരു വട്ടകയിലാക്കി മുറ്റത്തെ കൊട്ടത്തളത്തിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, വിമല അതൊക്കെ ഒന്ന് തേച്ചെടുക്ക, അപ്പോഴത്തേനും ഞാൻ ചായ കാച്ചാം. സാരി എടുത്തു കുത്തി പാത്രം തേക്കാനിരുന്നു. വീട്ടിൽ ഈ വക പണിയൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലെങ്കിലും എന്തു പണിയെടുക്കാനും മനസ്സുള്ളത് കൊണ്ട് പ്രശ്നമില്ല. എല്ലാം മോറി കമിഴ്ത്തി. ഒരു വെട്ട് ഗ്ലാസ്സിൽ കട്ടൻ ചായ നീട്ടിക്കൊണ്ട്, ഇത് കുടിച്ചോ അമ്മ. കട്ടൻ കാപ്പി കുടിക്കാറുണ്ടെങ്കിലും കട്ടൻ ചായ ആദ്യമാണ്. എല്ലാം ശീലിക്കണം മനസ്സ് പറഞ്ഞു. ടീച്ചറമ്മയുടെയും അമ്മയുടെയും കുഞ്ഞുവിനെ തൽക്കാലം മറക്കാം. ഇവിടെ ശ്രീനിവാസൻ്റെ ഭാര്യയാകാം. കാപ്പി കുടിച്ച് ഗ്ലാസ് കഴുകി വയ്ക്കുമ്പോഴേക്കും അടുത്ത ഡ്യൂട്ടി വന്നു. 2 തേങ്ങ ചിരകിത്ത. അനുസരണയോടെ അതും ചെയ്തു. ഇനി മോള് പോയി മുറ്റം ഒന്ന് അടിച്ചു വാരിക്കോ. അതും തീർത്ത് അടുത്ത പണിക്ക് റെഡിയായി നിന്നു. കക്കൂസിലും കുളിമുറിയിലും വെള്ളം നിറച്ചിട്ടോന്ന്. എന്നിട്ട് ആ വട്ടളത്തിൽ വെള്ളം ചൂടാക്കിയിടണം. പുറത്തെ അടുപ്പ് തീ കൂട്ടിക്കോ. തന്തയും മോനും വരുമ്പോഴത്തേനും ചൂടാവണം. ആ മല്ലിയും മുളകും തേങ്ങയും കൂടെ വറുത്തരച്ചോ. കടല വേവാറായിണ്ട്. എത്ര വേണം? എവിടെ ഇരിക്കണേ? വിനയത്തോടെ ചോദിച്ചു. തലക്കനം ഭാഗത്തുള്ള ആ അലമാരയിലുണ്ട്. അടപ്പത്ത് കിടക്കുന്ന കടലിലേക്ക് പാകത്തിനെടുത്തോ. ഭഗവതിയെ വിചാരിച്ച് ഒരു കണക്കിനെടുത്തു. വറുത്തരയ്ക്കണതൊക്കെ കാണുന്നുണ്ട് കൊച്ചമ്മയുടെ കിച്ചണിൽ. വീട്ടിൽ ആ ഭാഗത്തൊന്നും പോവാറില്ല. ആകെ വല്ലപ്പോഴും ഒന്ന് മുറ്റം അടിക്കും. ടീച്ചറമ്മയുടെ ഡ്രസ്സും സ്വന്തം ഡ്രസ്സും അയൺ ചെയ്യും. ടീച്ചറമ്മയും അമ്മയും എപ്പോഴും നാമം ചൊല്ലും, പഠിക്ക് എന്ന്. വീട്ടുജോലികളൊക്കെ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചതുമില്ല. കമലുവിൻ്റെ മോളല്ലേ, കുറേയൊക്കെ ജീൻസിലും കാണും. തോറ്റു കൊടുക്കില്ല. ചായയും പലഹാരവും കാലായി. 8 മണി കഴിഞ്ഞപ്പോഴാണ് നാത്തൂമാർ ഓരോരുത്തരായി എണീറ്റ് വന്നത്. അച്ഛനും മോനും അപ്പോഴേക്കും കുളിച്ചു വന്നു. ചായ കുടിക്കാനിരുന്നു.
ചായ കുടിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും അകായും പെരെ അടിച്ചൊരു തുടച്ചിട്ടോ വിമലു. അത് കുറച്ചും കൂടി സ്നേഹം കലർത്തിയിട്ടായിരുന്നു. അവിടുത്തെ 3 പെണ്ണുങ്ങളോടും അമ്മ ഒരു ജോലിയും പറയുന്ന കേട്ടില്ല. തിന്ന പാത്രങ്ങളും കൂടി കൊട്ടത്തളത്തിലിട്ട് 3 ആളും നടുലകം എന്ന് പറയണ തളത്തിൽ ചെന്നിരിപ്പായി. ഒരാളുടെ കയ്യിൽ മനോരമ എത്തി, മറ്റു 2 പേരും പെണ്ണോക്കലിലുമായി. ശ്രീനിവാസൻ പുറത്തുപോയി മീനുമായി എത്തി. ചിക്കനും കൂടിയുണ്ട്. എനിക്ക് നന്നാക്കാൻ അറിയില്ല, ഞാൻ ശീലിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏതെങ്കിലും തമ്പ്രാൻ്റെ മോളാവും. അച്ഛൻ ചത്തു എന്നൊക്കെ നുണ പറഞ്ഞതാവും. അമ്മ സ്വകാര്യം എന്ന മട്ടിൽ ഇത്തിരി ഉറക്കെ തന്നെ അച്ഛനോട്. ഭാര്യ എന്നതിലുപരി സങ്കല്പമായി അത്രയ്ക്കൊന്നും ജീവിതത്തിലുണ്ടായിരുന്നില്ല. ഭർത്താവില്ലാത്ത 3 സ്ത്രീകളുടെ കൂടെയുള്ള വളർച്ച. നോവലുകളും മാസികകളും ഒന്നും വായിക്കുന്ന പതിവേ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ടിവിയും സീരിയലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. വിരലിലെണ്ണാവുന്ന സിനിമയെ നാട്ടിൽ വെച്ച് കണ്ടിരുന്നുള്ളൂ. ജോലി കിട്ടി ആലപ്പുഴ വന്നപ്പോഴാണ് എല്ലാ ആഴ്ചയും സിനിമയ്ക്ക് പോകാനൊക്കെ തുടങ്ങിയത്. ആ ഇടയ്ക്ക് കണ്ട യവനിക സിനിമ മനസ്സിലൊരു നോവായിരുന്നു. ശ്രീനിവാസൻ്റെ ഓരോ പെരുമാറ്റവും അതിൽ ഗോപിയെ ഓർമ്മിപ്പിച്ചു. ദിവസവും അരങ്ങേറിയിരുന്ന മദ്യപാന കളരി ഭീതി വളർത്തി. സ്വന്തം ജാതിയിൽ നിന്ന് ആരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സമാധാനമായി ജീവിക്കാൻ പറ്റിയിരുന്നില്ല. കള്ളുകുടിയും തല്ലും പാടില്ലാത്ത ഒറ്റ കുടിയും കണ്ടിട്ടില്ല. ദേവസ്യേട്ടൻ എനിക്ക് തന്ന സ്നേഹം മതി ഒരു ജന്മം മുഴുവൻ സന്തോഷിക്കാൻ. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാലും അങ്ങനെ ഒരു കിടക്കാടം ഉണ്ടായിരുന്നില്ല. നിനക്ക് പഠിക്കാനും നന്നാവാനും പറ്റിയിരുന്നില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്. കല്യാണത്തിന് മുമ്പ് ടീച്ചറമ്മ ഉപദേശിച്ചിരുന്നു, നിനക്ക് അത്ര നല്ല ജീവിതമൊന്നും കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അവരെ കണ്ടിടത്തോളം എൻജിനീയർ അച്ഛൻ, ബാങ്ക് ഓഫീസർ മകൻ എന്നൊക്കെ പത്രാസ് പറഞ്ഞെങ്കിലും തനി തറയാണെന്ന് തന്നെയാണ് തോന്നണേ. കണ്ടും പിടിച്ചു നിന്നോ. ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, കുളിച്ച് കയറുക തന്നെ. കുറേയൊക്കെ സഹിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിന്നെ അമ്മയുടെയും എൻ്റെയും പോലുള്ള ജീവിതമാവും. കോംപ്രമൈസ് ചെയ്ത് നോക്ക്. ശരിയായ പഠനമായിരുന്നു ടീച്ചറമ്മയുടേത്. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കുടുംബം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് കടം ചോദിച്ചു തുടങ്ങി. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അക്കൗണ്ട് ആ ബാങ്കിലായിരുന്നല്ലോ. പണ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നോളാ, ഞാൻ പെട്ടിയിൽ പൂട്ടി വയ്ക്കാം അമ്മായിയമ്മ. നിന്റെ പെട്ടിക്ക് പൂട്ടില്ലല്ലോ. വലിയ ആശങ്കകളൊന്നും ഇല്ലാതെ ഏൽപ്പിച്ചു. അമ്മയ്ക്ക് പണ്ടം എടുത്തു കൊടുക്കുമ്പോൾ അനിയത്തിമാരും ഉണ്ടായിരുന്നു. ഈ മോതിരം എനിക്ക് തരൂ. അനിയത്തി ഭുവനേശ്വരി നീലക്കല്ലുള്ള നല്ല ഭംഗിയുള്ള മോതിരം കുഞ്ഞമ്പാട്ടി തന്നതായിരുന്നു. അത്രയും ഇഷ്ടമുള്ളത്. എങ്ങനെ കൊടുക്കില്ല എന്ന് പറയും. കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ജിമിക്കിയും കമ്മലും അന്നപൂർണേശ്വരിയുടെ കാതിൽ. മിണ്ടാൻ ധൈര്യമില്ല. ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് അവർ പെട്ടിയിൽ നിന്നും സാരികൾ കൊണ്ടുപോയി ഉടുത്തിരുന്നത്. പലതിൻ്റെയും വക്ക് ചവിട്ടി പൊട്ടിച്ചാണ് തിരിച്ചെത്തുക. നല്ല ബിന്നി സിൽക്കിൻ്റെ സാരി കല്ലിൽ തല്ലി തിരുമ്പി ആകെ തുളവീണു. ചായമിളകുന്ന സാരി ബക്കറ്റിൽ സർഫ് കലക്കി അതിൽ മുക്കി വെച്ച് ആകെ പാണ്ടും ചുട്ടുമാക്കി. കല്യാണം കഴിഞ്ഞ ഞായറാഴ്ച സിനിമയ്ക്ക് പുറപ്പെട്ടു. 3 അനിയത്തിമാരും അമ്മയും കൂടി. തിയേറ്ററിൽ വെച്ച് ബാങ്കിലെ സദാശിവൻ കളിയാക്കി, ശ്രീനിയുടെ കൂടെ ഒരു ജാഥ ഉണ്ടല്ലോ. എനിക്കതത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു റൊമാൻറ്റിക് ബന്ധം ഞാനും ശ്രീനിവാസനും കൂടി ഉണ്ടായിരുന്നില്ല. എന്നാലല്ലേ സ്വകാര്യതയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അയാൾക്ക് രാത്രിയുടെ ഇരുളിൽ കടിച്ചു വലിക്കാനൊരിര, അതിലപ്പുറമൊന്നും ആയിരുന്നില്ല. എനിക്കും ആ മനുഷ്യനോട് ഒരടുപ്പവും തോന്നിയിരുന്നില്ല. ഇട്ടെറിഞ്ഞു പോയാൽ അമ്മ എത്ര വിഷമിക്കുമെന്ന് കരുതി മാത്രമാണ് പിടിച്ചു നിന്നത്. 2 ആഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും വീട്ടുപണിയിൽ ഒരു ഒഴിവും തന്നിരുന്നില്ല. രാവിലെ കുളിക്കാൻ കുളിമുറിയിൽ കയറുമ്പോൾ തലേ ദിവസം അച്ഛനും മോനും അഴിച്ചിട്ട് ഡ്രസ്സ് കുളിമുറിയിൽ സോപ്പ് മുക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടികളുടെ ഉടുത്തു മാറിയതും അമ്മയുടെ തലേദിവസത്തെയും കാണും. ഞാൻ സോപ്പ് പൊടി ചെലവാക്കുന്നത് കൂടുതലാവുന്നത് കൊണ്ടാണത്രേ അമ്മ നനച്ചു വെക്കുന്നത്. മുറ്റമടിയും അടിച്ചു തുടയ്ക്കലും അരവും ഒക്കെ സ്ഥിരം ഡ്യൂട്ടി. ആരോട് പരാതി പറയാനാ? കുറേ സുഖിച്ചതല്ലേ, ഇനി അനുഭവിക്കാമെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും. ശമ്പളം കിട്ടിയാൽ അമ്മയെ ഏൽപ്പിക്കണമെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അമ്മയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. അച്ഛനും ഞാനും ശമ്പളം കിട്ടിയാൽ അമ്മയെ ഏൽപ്പിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചോദിച്ചു വാങ്ങിക്കും. നീയും അതുപോലെ ചെയ്യണം. ശമ്പളം കിട്ടിയപ്പോൾ തന്നെ 50 രൂപ ഓഫീസിലെ ഡ്രോയറിൽ വെച്ച് കൂട്ടി. വീട്ടിലെത്തി 100 രൂപ വീട്ടിലേക്ക് അയക്കാൻ ശ്രീനിവാസനെ ഏൽപ്പിച്ചു.
50 രൂപ കയ്യിൽ കരുതി. ബാക്കി അമ്മായിയമ്മ സമക്ഷം ഏൽപ്പിച്ചു. 400 രൂപ. എണ്ണിയെടുത്ത് ഒരു ചോദ്യം. ഇത്രേ ശമ്പളമുള്ളൂ? അല്ല, 100 രൂപ അമ്മയ്ക്ക് മാസം അയച്ചു കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ജോലി കിട്ടിയ ശേഷം അമ്മ പണിക്കൊന്നും പറഞ്ഞയക്കാറില്ല. ഇതെവിടുത്തെ പതിവാ? കെട്ടിച്ച പെൺകുട്ടികളുടെ കാശ് വാങ്ങിക്കുക? അയ്യേ, നാണമല്ലേ അവർക്ക്? സത്യം പറഞ്ഞാൽ മോന്തക്കുറ്റിക്കൊരു കുത്തു വെച്ച് കൊടുക്കാനാണ് തോന്നിയത്. കെട്ടിയ പെണ്ണുങ്ങളുടെ ചിലവിൽ കഴിയുന്നത് ആണുങ്ങൾക്കും അത്ര അഭിമാനമല്ല. എൻ്റെ അമ്മ വളർത്തിയതുകൊണ്ടാണ് ജോലിയും ശമ്പളമൊക്കെ വാങ്ങാനായത്. അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ഒരാളേ ഉള്ളൂ. അത് ഞാൻ കൊടുക്കും. ശ്രീനിവാസൻ വീട്ടിലില്ലാത്ത നേരത്താണ് സംസാരം. സന്ധ്യയ്ക്കിരുന്ന് നാമം ജപിക്കുമ്പോഴാണ് വരവ്. പതിവ് പോലെ ഒരു ചെറുത് കഴിച്ചിട്ടുമുണ്ട്. അവിടെയുള്ളവരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈശ്വരൻ EMSഉം AKGയും ഒക്കെയാണ്. അമ്മ മോൻ്റെ കൂടെ മുറിയിൽ കയറി നന്നായി പിരിമുറുക്കി കൊടുത്തു. നാമം ചെല്ലുന്നിടത്ത് വന്ന് തലയ്ക്ക് കുത്തിപ്പിടിച്ചത്. എൻ്റെ അമ്മയോട് കാര്യം പറയാൻ നീ ആരടി? മോളെ, തൊലി വെളുപ്പ് കണ്ട് മയങ്ങിയിട്ടൊന്നുമല്ല. ഓഫീസിൽ പോയി ശമ്പളത്തിൻ്റെ കണക്കൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കെട്ടിയത്. ലൈറ്റ് കെടുത്തിയാൽ വെളുത്താൽ എന്താ കറുത്താൽ എന്താ? ഇനി മേലിൽ എൻ്റെ അമ്മയുടെ ന്യായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടലിക്കൊരടിയും ചെറുക്കൊരു കുത്തും. ഒന്നും മിണ്ടാതെ പോയി കിടന്നു. ഭക്ഷണം കഴിച്ചില്ല. ആരും അന്വേഷിച്ചുമില്ല. രാത്രിയിലെ പതിവ് ആക്രമണമൊക്കെ അരങ്ങേറി. രാവിലെ തന്നെ കൊച്ചമ്മയുടെ അടുത്തേക്ക് മാറണം മനസ്സ് പറഞ്ഞു. ഓഫീസിൽ ചെന്നപ്പോൾ കൊച്ചമ്മയെ വിളിച്ച് സംസാരിച്ചു. മോളെ, ക്ഷമിക്ക്, ഒരു കുറി. നിന്നെ ഇവിടെ താമസിപ്പിച്ച നിൻ്റെ അമ്മായിയമ്മ ഇവിടെ വന്ന് തെറി വിളിക്കും. അത്ര അഴുക്ക സ്ത്രീയാണ്. അന്ന് കല്യാണത്തിന് കണ്ട അയൽവക്കക്കാരി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസനെ കള്ളു കുടിക്കാത്ത നേരത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. കള്ളു കുടിക്കാത്ത നേരത്ത് ശ്രീനിവാസനോട് എങ്ങനെ മിണ്ടാൻ പറ്റും? രാവിലെ ജോലിക്ക് പോകാൻ പാകത്തിന് എണീക്കും, കുളിക്കും, ജോലിക്ക് പോകും. അതിനിടയിൽ എനിക്കാണെങ്കിൽ ചക്രശ്വാസം വലിച്ച് പണിയെടുത്താലേ ഓഫീസിൽ നേരത്തിന് പോകാൻ പറ്റുള്ളൂ. അതിനിടയിൽ ആദ്യത്തെ മാസക്കുളി പോലും വന്നില്ല. തുടർന്ന് ഭയങ്കര ഛർദി. വീട്ടിലെ മീൻമണം തട്ടിയാൽ പിന്നെ ഛർദി നിൽക്കുകയില്ല. പോരാത്തതിന് ഗർഭവുമായില്ലേ, അരിയാഹാരം തന്നെയില്ല. രാവിലത്തെ കട്ടൻ ചായയിൽ നിർത്തി. അല്പം കഞ്ഞി കിട്ടിയാൽ കുടിക്കാമെന്ന് തോന്നും. റേഷനരിയും ചാക്കരിയും വാങ്ങുന്നത് കൊണ്ട് അതും രക്ഷയില്ല. ഓഫീസിലെ അന്നമ്മ സാറ് ആരെ കൊണ്ടോ ദിവസവും ഓരോ ഇളനീര് കൊണ്ട് വരിച്ചു തരും. ഉച്ചത്തേക്ക് മുന്തിരിയോ ആപ്പിളോ സബർജില്ലയോ എന്തെങ്കിലും വാങ്ങിത്തരും. എനിക്കറിയാം മാറ്റാൻകുടിയിലെ പൊറുതി. ഞാനും കുറേ അനുഭവിച്ചതാ. ഒരു ദിവസം മുറ്റമടി കഴിഞ്ഞ് കിണറ്റുകര വെള്ളം കോരാൻ നിന്നതേ ഓർമ്മയുള്ളൂ. കെട്ടിമറിഞ്ഞ് വീണു. പ്രിയമുള്ളവരെ, അടുത്ത ലേഖത്തിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.